നിങ്ങൾക്ക് വേണ്ടി ചോരയും നീരും ആക്കി ജീവിച്ചു തീർത്ത ശരീരത്തിന്റെ പേരാണ് ഉമ്മ, ഉപ്പ, വല്യമ്മ. ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഇരകളെ നോക്കിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല ആളുകളും ജീവിക്കണ മക്കൾക്ക് വേണ്ടിയാണ്. ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മനോട് കൂടെ എനിക്ക് പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ നിങ്ങളൊന്നും ജീവിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാവരുത്. ഞാനും നിങ്ങളൊക്കെ ജീവിക്കേണ്ടത് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും കൂടി വേണ്ടിയാകണം. അങ്ങനെയായാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, എങ്കിൽ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ആ കൈകളെ വെച്ച് നോക്കി. വയസ്സായ ആളുകളുടെ ഉമ്മമാരുള്ളവർ അടുത്തിരിക്കുന്നുണ്ട്. ആ കൈകളെ ചുറ്റി ചുരുണ്ടു പോയിട്ടുണ്ടാവും. അതിലെ ശരീരത്തിൽ ഇങ്ങനെ രോമങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചില ആളുകളുടെയൊക്കെ ശരീരത്തിൽ ചോര വറ്റി ശരീരത്തിൽ ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു വരുന്നു. ആ തൊലിയും നിങ്ങളുടെ കൈകളിലെ പോലെ നല്ല ഭംഗിയുള്ളതായിരുന്നു അല്ലെ? ചുളിഞ്ഞു പോയില്ല, ശരീരം ചുളിഞ്ഞു പോയി. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ചോരയും നീരും ആക്കി ജീവിച്ചു തീർത്ത ശരീരത്തിന്റെ പേരാണ് ഉമ്മ, ഉപ്പ, വല്യമ്മ, വല്യപ്പ. നമ്മളൊക്കെ ജീവിക്കുന്നത് ആക്കാണത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടായാൽ മാത്രമാണ്. കുറച്ച് സമയമെങ്കിലും അവരവരെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ്. കുറച്ച് സമയം